Hi all, welcome to LK Group of Educational Service. കേട്ടഡ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് വിഭാഗത്തിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ വരുന്നൊരു ടോപ്പിക്കാണ് സൊല്യൂഷൻസ് എന്നുള്ളത്. സോ സൊല്യൂഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാം. സോ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ് ടോപ്പിക്കുകൾ, ഫസ്റ്റ് വൺ അതിൻ്റെ ഡെഫിനിഷനാണ്. അതിനുശേഷം നമുക്ക് കമ്പോണൻസ് ഓഫ് സൊല്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ വാട്ടർ ആസ് എ യൂണിവേഴ്സൽ സോൾവെന്റ്, ദെൻ അതിനുശേഷം സസ്പെൻഷൻ, കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ, ദെൻ സോളിബിലിറ്റി, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിന് അണ്ടറിൽ വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് സൊല്യൂഷൻ, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. സോ സൊല്യൂഷൻ എന്താണ് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാം. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സറാണ് ഓഫ് 2 or more കമ്പോണൻറ്റ് ഇൻ വിച്ച് പാർട്ടിക്കിൾ സൈസ് ഈസ് ലെസ് ദാൻ 1 nanometer. സൊല്യൂഷനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ സൊല്യൂഷനെ ഡിഫൈൻ ചെയ്യേണ്ടത്. ഒരു ഹോമോജീനിയസ് മിക്സറാണ്. അതുപോലെ തന്നെ അതിൽ മിക്സർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 2 അതിൽ കൂടുതലോ കമ്പോണൻറ്റുകൾ ഉണ്ടാവാം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് 1 nanometer താഴെ ആയിരിക്കണം. സോ അങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസിനെയാണ് നമുക്ക് എന്ത് പറയാൻ സാധിക്കുള്ളൂ, സൊല്യൂഷൻ എന്ന് പറയാൻ സാധിക്കുള്ളൂ. ദെൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതിൽ 2 അതിൽ കൂടുതലോ കമ്പോണൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു മിക്സർ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടും സോൾവെന്റും കൂടിയാണ് സൊല്യൂഷൻ മേഡപ്പ് ചെയ്യുന്നത്. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ഈക്വൽ ടു സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാം. സോ ഇവിടെ പറയുന്നതിന് സൊല്യൂഷൻ എക്സാമ്പിളാണ് ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, സോഡ വാട്ടർ ഒക്കെ. പിന്നെ സൊല്യൂഷൻ എപ്പോഴും ട്രാൻസ്പാരൻ്റ് ആയിരിക്കും. അത് സൊല്യൂഷൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ്. നമ്മൾ ഒരിക്കലും മിൽക്കിനെ ഒരു സൊല്യൂഷനായി കൺസിഡർ ചെയ്യാറില്ല. കാരണം എന്താ, മിൽക്ക് ട്രാൻസ്പാരൻ്റ് അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ പറയുന്നത് ഷുഗർ സൊല്യൂഷനും സോഡ വാട്ടറും സോൾട്ട് സൊല്യൂഷനിലും എല്ലാം ഷുഗർ സൊല്യൂഷൻ ഇപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഷുഗർ ആയിരിക്കും അതിൽ സൊല്യൂട്ട്, വാട്ടർ ആയിരിക്കും അതിൽ സോൾവെന്റ് എന്ന് പറയുന്നത്. നമുക്ക് സൊല്യൂട്ടും സോൾവെന്റും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ സൊല്യൂഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more component in which particle size is less than 1 nanometer. Okay, then next one, കമ്പോണൻസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ 2 കമ്പോണൻസ് ആണ് മെയിൻലി സൊല്യൂഷൻ ഉള്ളത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് സൊല്യൂട്ടാണ്, രണ്ടാമത്തേതെന്ന് പറയുന്നത് സോൾവെന്റ് ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് സൊല്യൂട്ടും സോൾവെന്റിനെ കുറിച്ചും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. A substance which dissolve is called solute and that in which solute dissolve is called solvent. അതായത് ഏത് സബ്സ്റ്റൻസ് ആണോ നമ്മൾ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഏതിലാണോ അത് ഡിസോൾവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നത്. സൊല്യൂട്ട് എപ്പോഴും സ്മോളർ ക്വാണ്ടിറ്റിയിലേ ഉണ്ടാവുള്ളൂ, സോൾവെന്റ് എപ്പോഴും ലാർജർ ക്വാണ്ടിറ്റിയിൽ പ്രസന്റ് ആയിരിക്കും. സോ ഇപ്പോൾ നമ്മളൊരു സോൾട്ട് സൊല്യൂഷനോ ഷുഗർ സൊല്യൂഷനോ ഒക്കെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൽ സോൾട്ട് സൊല്യൂഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ സോൾട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണല്ലോ സോൾട്ട് സൊല്യൂഷൻ നമുക്ക് മേഡപ്പ് ചെയ്യാൻ സാധിക്കുക. സോ അതിൽ സോൾട്ട് ആണെന്ത് സൊല്യൂട്ട്, വാട്ടർ ആണെന്ത് സോൾവെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഷുഗർ ആണ് സൊല്യൂട്ട്, വാട്ടർ ആണ് സോൾവെന്റ്. ഓക്കെ, സോ എപ്പോഴും നമുക്ക് പറയാം സൊല്യൂട്ട് എന്ന് പറയുന്നത് എപ്പോഴും സ്മോളർ ക്വാണ്ടിറ്റിയിലായിരിക്കും, സോൾവെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ലാർജർ ക്വാണ്ടിറ്റിയിലായിരിക്കും. സോ എന്താണ് സൊല്യൂട്ടും സോൾവെന്റ്? എ സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ് ഈസ് കോൾഡ് സൊല്യൂട്ട് ആൻഡ് ദാറ്റ് ഇൻ വിച്ച് സൊല്യൂട്ട് ഡിസോൾവ് ഈസ് കോൾഡ് സോൾവെന്റ്. ഏത് സബ്സ്റ്റൻസ് ആണോ നമ്മൾ ഡിസോൾവ് ചെയ്യുന്നത് അതിനെയാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. എന്തിലാണോ അത് ഡിസോൾവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നത്. സോ സോൾവെന്റ് പ്രസന്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആണ്. ദെൻ solvent determine the physical state in which the solution present. അതായത് ഏത് സ്റ്റേറ്റിലായിരിക്കണം ആ ഒരു സൊല്യൂഷൻ പ്രസന്റ് ആവേണ്ടത് എന്ന് നിർണ്ണയിക്കുന്നത് സോൾവെന്റ് ആയിരിക്കും. നമുക്കറിയാം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മാറ്റർ എന്ന് വെച്ചാൽ എന്താ, മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഒക്കുപ്പൈ സ്പേസ് എന്നാണ് നമ്മൾ പറയുന്നത്. മാറ്ററിനെ മെയിൻലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് 3 ആയിട്ടാണ്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സോളിഡ് എന്താണ്, ലിക്വിഡ് എന്താണ്, ഗ്യാസ് എന്താണ് എന്നെല്ലാം നമുക്കറിയാം. സോളിഡിലെ പാർട്ടിക്കിൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, ക്ലോസ്ലി പാക്ക്ഡ് ആണ്, അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട് എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡ് ആണെങ്കിൽ അത് അറ്റൈൻഡ് ഷേപ്പ് ഓഫ് കണ്ടെയ്നർ, ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ അത് ഒഴിക്കുന്നത് അതിൻ്റെ ആ ഒരു ഷേപ്പ് ആയിരിക്കും ലിക്വിഡ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പറയാം അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, പക്ഷെ ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്നിനും, പിന്നെ പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെന്റ്. ദെൻ ഇനി ഗ്യാസിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലോ ഗ്യാസിന് ഡെഫിനറ്റ് ഷേപ്പും ഇല്ല, ഡെഫിനറ്റ് വോളിയവും ഇല്ല, പിന്നെ പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല ഫാർ അപ്പാർട്ടാണ് എന്നെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. സോ
എന്തായിരിക്കണം ആ ഒരു സൊല്യൂഷൻ്റെ സ്റ്റേറ്റ്, അത് സോളിഡിലായിരിക്കണോ ലിക്വിഡിലായിരിക്കണോ ഗ്യാസിലായിരിക്കണോ എന്ന് നിർണ്ണയിക്കുന്നത് സോൾവെൻ്റ് ആണ്. സോൾവെൻ്റ് ഏത് സ്റ്റേറ്റിലാണുള്ളത് അതിലായിരിക്കും സൊല്യൂഷനും ഉണ്ടാവുക. ഇപ്പം നമ്മൾ സോൾട്ട് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ വാട്ടർ ആണ് അതിൽ സോൾവെൻ്റ് അല്ലേ. സോ വാട്ടർ സോൾവെൻ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ ഏത് സ്റ്റേറ്റിലാണുള്ളത്, ലിക്വിഡ് സ്റ്റേറ്റിലാണുള്ളത്. സോ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക, ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. സോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ. ഇനി നെക്സ്റ്റ് വൺ ആണ് വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ്. വാട്ടർ എന്ന് പറയുന്നത് നമ്മളൊരു യൂണിവേഴ്സൽ സോൾവെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം വാട്ടറിലെ എല്ലാ സബ്സ്റ്റൻസുകളും, ഒട്ടുമിക്ക എല്ലാ സബ്സ്റ്റൻസുകളും ലയിച്ചു ചേരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാട്ടറിനെ ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആയി കൺസിഡർ ചെയ്യുന്നത്. സോ വാട്ടർ ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ സോൾവെന്റ് because it is capable of dissolving more substance than any other liquids. ഏത് മറ്റൊരു ലിക്വിഡ് നമ്മൾ എടുത്താലും അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ സബ്സ്റ്റൻസുകളെ ഡിസോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ഒന്നാണ് വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാട്ടറിനെ ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആയി തന്നെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി ലിവിങ് തിങ്സ് ഓൺ ദ എർത്ത്. അതായത് നമ്മുടെ എർത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടുന്ന ഒരു സബ്സ്റ്റൻസ് തന്നെയാണ് എന്താ വാട്ടർ എന്ന് പറയുന്നത് അല്ലേ. സോ വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നുള്ളത് കൂടി നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. വാട്ടറിനെ നമ്മളൊരു യൂണിവേഴ്സൽ സോൾവെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എല്ലാ സബ്സ്റ്റൻസിനെയും ഡിസോൾവ് ചെയ്യാനുള്ള, ഒട്ടുമിക്ക എല്ലാ സബ്സ്റ്റൻസുകളെയും ഡിസോൾവ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി വാട്ടർ പൊസസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ആണ്. സൊല്യൂട്ടും സോൾവെന്റും ചേരുന്നതാണ് സൊല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഒരു സൊല്യൂഷന്റെ സ്റ്റേറ്റ് ഏതിലാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ ആ ഒരു സൊല്യൂഷൻ ആവണം എന്നുള്ളതിനെ കുറിച്ച് നിർണ്ണയിക്കുന്നത് സോൾവെന്റ് ഏത് സ്റ്റേറ്റിലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നും നമ്മൾ പഠിച്ചതാണ്. സോ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ 3 ടൈപ്പ് സൊല്യൂഷൻസ് ആണ് മെയിൻലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഗ്യാഷ്യസ് സൊല്യൂഷൻ ആണ്, സെക്കൻഡ് വൺ വരുന്നത് ലിക്വിഡ് സൊല്യൂഷൻ ആണ്, ആൻഡ് തേർഡ് വൺ വരുന്നത് സോളിഡ് സൊല്യൂഷൻ ആണ്. സോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സോൾവെന്റ് ഏത് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക, ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അതേസമയം ലിക്വിഡ് സൊല്യൂഷൻ ആണെങ്കിലോ, ലിക്വിഡ് സൊല്യൂഷൻ ആണെങ്കിൽ അതിൽ സോൾവെന്റ് ഏത് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ദെൻ സോളിഡ് സൊല്യൂഷൻ ആകുമ്പോൾ അതിൽ സോൾവെന്റ് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്നൊരു ടാബുലാർ കോളത്തിൽ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് ഇവിടെ പഠിക്കുന്നത്. സോളിഡ് സൊല്യൂഷൻ, അതിൻ്റെ സൊല്യൂട്ട്, സോൾവെന്റ് ആൻഡ് എക്സാമ്പിൾ ആണ്. സോ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾവെന്റ് എന്തായാലും എന്ത് സ്റ്റേറ്റിലായിരിക്കും, സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. പക്ഷേ സൊല്യൂട്ട് വേണമെങ്കിൽ നമുക്ക് ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ആവാം. സോ ഇവിടെ നമുക്ക് 2 എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതിൽ ഒന്ന് സൊല്യൂട്ട് സോളിഡ് സ്റ്റേറ്റിലും രണ്ടാമത്തേത് സൊല്യൂട്ട് ലിക്വിഡ് സ്റ്റേറ്റിലും ഉള്ളതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ് ആണ്. കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ്, അതായത് അലോയ്സ് എല്ലാം ഈ ഒരു ടൈപ്പ് ഓഫ് സൊല്യൂഷന് എക്സാമ്പിൾ ആണ്, സോളിഡ് സൊല്യൂഷന്. ദെൻ നെക്സ്റ്റ് വൺ മെർക്കുറി വിത്ത് സോഡിയം. മെർക്കുറി വിത്ത് സോഡിയം എന്ന് പറയുമ്പോൾ മെർക്കുറി ആണ് അവിടുത്തെ സൊല്യൂട്ട്, സോഡിയം ആണ് അവിടുത്തെ സോൾവെന്റ്. സോ മെർക്കുറി ഏത് സ്റ്റേറ്റിലുള്ള, ലിക്വിഡ് സ്റ്റേറ്റിലാണ്. സോഡിയം ഏത് സ്റ്റേറ്റിലാണുള്ളത്, സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. അതിനെ നമ്മൾ അമാൽഗം എന്ന് പറയും. സോ അത് ആക്ച്വലി എന്തിന് എക്സാമ്പിൾ ആണ്, സോളിഡ് സൊല്യൂഷന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ലിക്വിഡ് സൊല്യൂഷന് നമ്മൾ 3 എക്സാമ്പിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ സോൾവെന്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, അത് ഫിക്സ്ഡ് ആണ്. ദെൻ സൊല്യൂട്ട് ആണ് ചേഞ്ച് ചെയ്ത് വരിക. സോ സൊല്യൂട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ സൊല്യൂട്ട് സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. സോ അതിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ. വാട്ടറിൽ നമ്മൾ സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യുക, സോൾട്ട് ഡിസോൾവ് ചെയ്യുക, ഷുഗർ ഡിസോൾവ് ചെയ്യുക, അതെല്ലാം ആക്ച്വലി എന്തിന് എക്സാമ്പിൾ ആണ്, ലിക്വിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. അതിൽ സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള സോൾവെന്റിലേക്ക് ഡിസോൾവ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഓൾറെഡി നമുക്കറിയാം സോൾവെന്റ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. സൊല്യൂട്ടും ആക്ച്വലി എന്ത് സ്റ്റേറ്റിലായിരിക്കും, ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഈഥിയിൽ ആൽക്കഹോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത്, ആൽക്കഹോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത്, അതെല്ലാം ലിക്വിഡ് സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഗ്യാസ് ലിക്വിഡിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. സോഡ വാട്ടർ, നമ്മൾ നോർമലി കാണുന്ന സോഡ വാട്ടർ. സോ അതിലെന്താ ചെയ്യുന്നത്, വാട്ടർ ആണ് നമ്മുടെ സോൾവെന്റ്. വാട്ടർ ഏത് സ്റ്റേറ്റിലുള്ള, ലിക്വിഡ് സ്റ്റേറ്റിലാണ് അല്ലേ. സോ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അതിൽ ഫില്ല് ചെയ്യിക്കുമ്പോൾ അത് സൊല്യൂട്ട് ആണ്. സോ അത് നമുക്ക് എന്തായി കൺസിഡർ ചെയ്യാം, ലിക്വിഡ് സൊല്യൂഷനായി കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഗ്യാഷ്യസ് സൊല്യൂഷനിൽ സോൾവെന്റ് ഏത് സ്റ്റേറ്റിലായിരിക്കും, ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. അതായത് നമുക്കറിയാം സോൾവെന്റ് എന്ന് പറയുന്നത് ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രസന്റ് ആവുന്നതായിരിക്കും സോൾവെന്റ്. ദെൻ
ഇവിടെ സൊല്യൂട്ടിൽ നമുക്ക് 2 എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ലിക്വിഡ് ഗ്യാസ്, അതായത് ലിക്വിഡ് സൊല്യൂട്ട് ആവുന്ന കേസും ഗ്യാസ് സൊല്യൂട്ട് ആവുന്ന കേസുമാണ് നമുക്ക് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലിക്വിഡ് സൊല്യൂട്ട് ആവുന്ന കേസിൽ എന്താ പറയുക എക്സാമ്പിൾ? വാട്ടർ വേപ്പർ ഇൻ എയർ. വാട്ടർ വേപ്പർ ഇൻ എയർ ആണ്, അതാണ് ഇതിന്റെ എക്സാമ്പിൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഗ്യാസ് എന്ന് പറയുമ്പോൾ മിക്സ്ചർ ഓഫ് ഹീലിയം ആൻഡ് ഓക്സിജൻ ഗ്യാസ്. അതെല്ലാം ആക്ച്വലി എന്തിന് എക്സാമ്പിൾ ആണ്? ഗ്യാഷ്യസ് സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. സോ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസും അതിന്റെ എക്സാമ്പിൾസും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് വൺ ആണ് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. അതായത് നമ്മൾ സൊല്യൂഷന്റെ ഒരു പ്രോപ്പർട്ടീസ് ആണ് ലാസ്റ്റ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അതുപോലെ തന്നെ അതിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ്. ആർ നോട്ട് വിസിബിൾ ടു നേക്കഡ് ഐ. അതിന്റെ പാർട്ടിക്കിൾ സൈസ് നമുക്കൊരിക്കലും നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. ദെൻ നെക്സ്റ്റ് വൺ, particle do not scatter a beam of light passing through it, hence path of light is not visible. നമുക്ക് സൊല്യൂഷനിൽ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആയിരിക്കില്ല, കാരണം സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിന് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിക്കാനുള്ള ഒരു എബിലിറ്റി ഇല്ല. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്റ്റേബിൾ അറ്റ് ഗീവൻ ടെമ്പറേച്ചറിൽ സൊല്യൂഷൻസ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, component of a solution cannot be separated by filtration. സൊല്യൂഷനിലെ കമ്പോണൻസ് നമുക്ക് ഒരിക്കലും ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നമ്മൾ സോൾട്ട് ഡിസോൾവ് ചെയ്തിട്ട് സോൾട്ട് സൊല്യൂഷൻ ആക്കി, നമുക്കത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ട് വേറെ സൊല്യൂഷൻ വേറെ അല്ലെങ്കിൽ വാട്ടർ വേറെ ആയിട്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഫിൽട്രേഷൻ വഴി. സോ component of a solution cannot separated by filtration. Then last one, solvent determine the physical state. Solvent ആണ് physical state ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൊല്യൂഷൻ എന്ന് പറയുന്ന ഫിസിക്കൽ സയൻസ് വിഭാഗത്തിൽ വരുന്ന കേട്ടഡ് കാറ്റഗറി എക്സാമിൽ ഫിസിക്കൽ സയൻസ് വിഭാഗത്തിൽ വരുന്ന സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ സിലബസിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്യണമെന്ന് നമ്മൾ നോക്കി. അതിൽ ആദ്യം വന്നത് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ സൊല്യൂഷന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അവിടെ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിനേക്കാൾ താഴെ ആയിരിക്കും. 2 or more കമ്പോണന്റ് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചതാണ്. ദെൻ സൊല്യൂഷന്റെ മെയിൻ ആയിട്ടുള്ള 2 കമ്പോണന്റ് ആണ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് എന്താണ്? ഈക്വൽ ടു സൊല്യൂഷൻ ആണ് എന്ന് പറയുന്ന ഒരു ചെറിയ ഇക്വേഷൻ നമ്മൾ അവിടെ പഠിച്ചു. അതിനുശേഷം സൊല്യൂട്ടിനെ കുറിച്ചും സോൾവെന്റിനെ കുറിച്ചും നമ്മൾ പഠിച്ചതാണ്. സൊല്യൂട്ട് എന്താണോ ഡിസോൾവ് ചെയ്യുന്നത് അതാണ് സൊല്യൂട്ട്, എന്തിലേക്കാണോ ഡിസോൾവ് ചെയ്യുന്നത് അതാണ് സോൾവെന്റ്. ദെൻ സോൾവെന്റ് എപ്പോഴും ലാർജർ ക്വാണ്ടിറ്റിയിലായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചതാണ്. സോൾവെന്റിന് സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. കാരണം സോൾവെന്റിന്റെ സ്റ്റേറ്റ് എന്താണോ അത് തന്നെയായിരിക്കും സൊല്യൂഷന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് വരിക. ദെൻ സൊല്യൂട്ട് എപ്പോഴും സ്മോളർ ക്വാണ്ടിറ്റിയിലായിരിക്കും ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. അതിനുശേഷം നമ്മൾ പഠിച്ചു ഒന്നാണ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. അതായത് സൊല്യൂഷനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം 3 ടൈപ്പായിട്ട്. ഫസ്റ്റ് വൺ ലിക്വിഡ് സൊല്യൂഷൻ, then second one gaseous solution and the third one is solid solution. ഈ 3 ക്ലാസിഫിക്കേഷനിലും ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ സോൾവെന്റ് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സോൾവെന്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. ദെൻ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സോൾവെന്റ് ഏത് സ്റ്റേറ്റിലായിരിക്കും? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ സോൾവെന്റ് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. സോ ആക്ച്വലി ഇത് 3 എക്സാമ്പിൾസ്, അതായത് ഇപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻ ആയിക്കോട്ടെ, സോളിഡ് സൊല്യൂഷൻ ആയിക്കോട്ടെ, ഗ്യാഷ്യസ് സൊല്യൂഷൻ ആയിക്കോട്ടെ, അതിൻ്റെയും കുറച്ച് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോപ്പർട്ടീസ് ആയിരുന്നു. സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ്, അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്, നമ്മുടെ നേക്കഡ് ഐ വെച്ച് കാണാൻ സാധിക്കില്ല. പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിനേക്കാൾ താഴെ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ പാർട്ടിക്കിൾസിന് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല എന്ന് നമ്മൾ പഠിച്ചു. ദെൻ കമ്പോണൻറ്റ്സ് ഓഫ് എ സൊല്യൂഷൻ നമുക്ക് ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഫിസിക്കൽ സ്റ്റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സോൾവെന്റ് ആണെന്നും പഠിച്ചു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചൊരു കാര്യമാണ് വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നുള്ളത്. വാട്ടർ ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? എല്ലാ തരത്തിലുമുള്ള ഒട്ടുമിക്ക സബ്സ്റ്റൻസുകളെയും ഡിസോൾവ് ചെയ്യാനുള്ള എബിലിറ്റി വാട്ടറിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാട്ടറിനെ ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സും ഈ ഒരു ടോപ്പിക്കുമെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.